വീണ്ടും തിരിച്ചു വന്നു പറയാൻ നമ്മൾ ഒറ്റ വീഡിയോ എടുക്കുന്നു. സോങ് ഫുൾ ഒളിഞ്ഞിട്ടുണ്ട്. പേരാണോ അന്ന് പറഞ്ഞാൽ പറ്റില്ല. അയ്യാടാ നീ നന്നായിട്ട് കളി. സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കണേ, ബറാക്ക് ഒബാമ. ബറാക്ക് ഒബാമ അല്ലേ? അയ്യോ കായംകുളം കൊച്ചുണ്ണി. ആരോട് ചോദിക്കരുത്. എന്ത് അല്ലാ, ഇതിന് ബുദ്ധിയില്ലാതെ എല്ലാരും മനസ്സിലാക്കില്ല. റബ്ബേ ഇങ്ങനല്ലേ ശരിക്കും പറയാ. ക്ലാസ് നോക്കാട്ടെ. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹായ്. അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് വെൽക്കം ടു മറന്നുപോയി. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫെബാഷ് വ്ലോഗ്സ്. അതന്നെ, ഞങ്ങൾ വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞങ്ങളുടെ വ്ളോഗായിട്ട് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാം പറയാം എന്താണ് ഇത്രയും ഒരു വലിയൊരു ഗ്യാപ്പ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 month ആയി. നമ്മൾ ഓൾമോസ്റ്റ് 1 month ആയി ഞങ്ങൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കണം. മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റൂം ഷിഫ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള വിസ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട തിരക്കിലും മോളുടെ വിസയും കാര്യങ്ങളൊക്കെ ആയിട്ട് 1 മാസത്തോളം ഞങ്ങൾ ഫുള്ളി ബിസിയായി. ഞങ്ങൾ എന്നും വിചാരിക്കും ഒന്ന് വീഡിയോ ചെയ്യണമെന്ന്. ഞങ്ങൾ ഫ്രൈഡേ ആകുമ്പോൾ ഞങ്ങൾ റൂമിന് സംബന്ധമായിട്ടുള്ളത് കുറച്ച് തിരക്കിലായി പോയതാണ്. മന്ത്ലി ബേസിലായിരുന്നു ഞങ്ങൾ ദുബായിൽ സ്റ്റേ ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇയർലി കോൺട്രാക്റ്റിലേക്ക് മാറിയപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താ പറയുക ഇനീഷ്യൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. റൂം ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോഴും ഫുള്ളി ഞങ്ങൾ അറേഞ്ച് ആയിട്ടില്ല. ഞങ്ങളത് മോളൊക്കെ ഉള്ളതല്ലേ. പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളും ജോബും ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് വേണം കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് റൂം കാര്യങ്ങളൊക്കെ നോക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിലേ ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് വ്ലോഗ് ഞങ്ങൾ റൂമിലാണ് ചെയ്യാൻ ചെയ്യിച്ചിട്ടാണ്. ഞങ്ങൾ ചലഞ്ച് വീഡിയോ ചെയ്യിച്ചിട്ടാണ്. ചലഞ്ച് വീഡിയോ എന്താണ് വിസ്പർ ചലഞ്ച് അത് ചെയ്യിച്ചിട്ടാണ്. വിസ്പർ ചലഞ്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലോ, മറ്റേ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ബ്ലൂടൂത്ത് യൂട്യൂബിൽ നിന്ന് ഒരു നല്ലൊരു ബീറ്റുള്ള പാട്ടുകളും അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 5-6 വേർഡ്സാണ് എടുക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പാട്ട് ഇക്ക വേടാ പറയണമെന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യമൊക്കെ പറയാം. അതിനുള്ളിൽ ഞാൻ ആൻസർ പറഞ്ഞു. പിന്നെ അങ്ങനെയല്ലേ റൂൾസൊക്കെ എനിക്കിപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ. അവളുണ്ടാക്കിയ റൂളാണ്. പിന്നെ അപ്പോൾ സംഭവം എന്താണ്, നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് എയർപോഡ് വെച്ചിട്ട് ഹൈ വോളിയത്തിൽ സോങ് പ്ലേ ചെയ്യാം. എന്നിട്ട് അവൾ എന്നോടൊരു വേർഡ് പറയും. അത് ഞാൻ കറക്റ്റായിട്ട് പറയണം അല്ലേ? കറക്റ്റായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ലിപ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിച്ച് പറയണം. ഞങ്ങൾ എയർപോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹെഡ്സെറ്റിനാട്ടി കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് എയർപോർട്ടായിരിക്കാം. കാരണം നോയിസ് കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൂടുതലായിട്ടൊന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവള് കുറച്ച് കള്ളക്കളിയുടെ ആശാനാണ്. കള്ളക്കളി അതൊക്കെ ഇനി വരുമ്പോൾ കാണാം. അതെ, ഇപ്പോൾ ശരിയാക്കി തരാം. ചാർജൊക്കെ ഉണ്ടാവണോ? ഈ പെണ്ണിന് കൂടി പോറ്റി എൻ്റെ ഫോണിലാണ് മെയിലടിക്കണ്ട നമ്മുടെ മുഖത്തോട്ട്. ഇപ്പോൾ ഈവനിങ് ആയതിൻ്റെ രാവിലെ ഈ കണക്ട് ആക്കിയോ ബ്ലൂടൂത്ത്? ഇല്ലല്ലോ, ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. ഞാൻ എനിക്ക് കൂടാതെ കുപ്പിക്കാനല്ലേ എനിക്കറിയാം. അവൾക്ക് എന്നതിൽ എങ്ങനെയും എന്താ പറയുക തോൽപ്പിക്കാനുള്ള പരിപാടിയൊന്നും ശരിയാക്കി തരടി അഷിയെ. ഇവളുടെ മെയിൻ പരാതി എന്താ പറയുക, ഇവളെ നേരിട്ട് കാണാനുള്ള ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല. അത് പറഞ്ഞിട്ട് തൊഴിലെന്ന് പറഞ്ഞില്ല. ഞാൻ എല്ലാവർക്കും പറഞ്ഞു എന്താ പറഞ്ഞു. ഞാൻ എന്റെ പൊന്നു എടുത്താ ഓഫാവും. ഓഫാവും അങ്ങനെയല്ലേ? എടുക്കാൻ പാടില്ല. എന്നെ എടുക്കണം. ഫുൾ വോളിയത്തിൽ വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നും കേൾക്കാല്ല. ഒരു മിനിറ്റ്, ഇത് പിടിക്കും. സ്റ്റാർട്ട് ചെയ്തോ? ഇഫ് മോള് സൗണ്ട് നോക്കണം കേട്ടോ. ഒന്നും കേൾക്കാല്ല ഈ പറഞ്ഞത്. ഇത്തിരി നീ ക്യാമറയിൽ കിട്ടില്ലല്ലേ? കേൾക്കാൻ പാടില്ല, അതാണ് ഈ ഗെയിം. ഒന്ന് പോസ് ചെയ്യണ്ട കേട്ടോ. ഞാൻ
ഇക്കെന്താ പറഞ്ഞു ഇക്കൊന്നും കേൾക്കാനില്ലെന്നല്ലേ പറഞ്ഞേ? അല്ല ഇക്ക് പറഞ്ഞില്ലേ ഇക്കൊന്നും കേൾക്കാനില്ല, അത് കേൾക്കാൻ പാടില്ല, അതാണ് ഗെയിം. അതൊക്കെ മനസ്സിലായി. ഇത് ഏത് കവിതയാണിത്? ഇവിടെ കഥല്ല പറഞ്ഞു. ഇത് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈ സാധനം ചെവി വെച്ചിട്ട് ചെവി അടിച്ചു പോകും. ഞാൻ പറയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നേ, ഞാൻ പറഞ്ഞു ഞാൻ എന്തൊരു പറഞ്ഞു സ്റ്റക്ക് ആയിക്കോട്ടെ. ഇഫിനെ നോക്കട്ടെ. ഓക്കെ പറഞ്ഞു. ഒരുപാട് നീങ്ങി പോലെ എന്നെ ക്യാമറയിൽ നോക്ക്, അതും കൂടി ശ്രദ്ധിക്കട്ടാ. ആ ഫസ്റ്റ് അല്ലേ? ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഓംപ്ലേറ്റോ കേട്ടെ. ആദ്യം എടുത്തോ. ആ ഓംപ്ലേറ്റോ നിനക്ക് ശരിക്ക് എത്ര വട്ടം പറഞ്ഞു? 5. ഇപ്പൊ എത്ര വട്ടം പറഞ്ഞു? 100. എങ്ങനെ നിക്ക് ഒരൊറ്റ വട്ടം പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും പറയും. ഓമലേ എന്ത്? ഓമലാളെ ഗുലുമാൽ. ഗുലുമാൽ എന്നാണോ? അതാ നിക്ക് ലാസ്റ്റ് ചാൻസ് അല്ലേ? കൈവിട്. ആ പറയ് ലാസ്റ്റ് പറയും. ഓമൽ. ഓമൽ എന്താ എന്താ പറഞ്ഞു? കോക്കോ ഇത് ഈ മര്യാദക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടില്ല. ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാലേ എല്ലാവർക്കും അറിയാം, കേൾക്കണവർക്ക് മനസ്സിലായിക്കോളൂ. ഇത് ചെവി വെച്ച് നമുക്കൊന്നും കേൾക്കില്ല, അപ്പൊ നമ്മൾ ഉറക്കെ പറയും. ആ അത് ശരി. കുറെ വ്ളോഗൊക്കെ കാര്യമായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? കോക്കോമെലനാ? കൊക്കോമലി കണ്ട സാധനം കേൾക്കണതോ? ഓരോന്ന് ശരി കേട്ടാ. ഓക്കെ ഞാനിന്ന് ഉറക്കെ പറയിപ്പിച്ചിട്ടാണ് ഇപ്പം മോളിപ്പോൾ നിൽക്കുന്നു. എന്താ ചെയ്യുന്നുണ്ട്? പൊന്നോ ഞാൻ വീട് പറയണം അല്ലേ? നീ പക്ഷേ കേൾക്കണ്ട. അതുപോലെ അറിയാത്ത ആളാണ്. പിന്നെ കൊമ്പഞ്ചീൻ്റെ പോലെ ഉണ്ട് മുടിയൊക്കെ. കേട്ടെ വെച്ചോ. ഹാപ്പി ഞാൻ ശ്രദ്ധിക്കാം. എന്തേ എങ്ങനെയുണ്ട്? ഞാൻ ചെവി ഉറക്കം പറയാൻ തോന്നത്ര. ശരിയാക്കി തരാൻ തന്നെയാ ഇഷ്ടം. അത് തുറല്ലേട്ടാ. കേൾക്കണ്ടോ? എനക്ക് ബുദ്ധിയിലാന്ന് എനക്ക് അറിയണ്ടോ? അപ്പൊ കേൾക്കുന്നില്ല. പറയട്ടെ, പേര് പറയട്ടെ. എന്തോ പറയുള്ളൂ. ഞാൻ ഇപ്പോൾ എന്താ പറയാ, കളരിപ്പയറ്റ്. ഓക്കെ പറയട്ടെ. കളരിപ്പയറ്റ്. കരിപ്പെട്ടി. എത്ര ചാൻസ്? 5 ചാൻസ് അല്ലേ? 1 കഴിഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞ കളരിപ്പയറ്റ്. അരിപ്പെട്ടി. അരിപ്പെട്ടി. ശരിക്കും പറ. കളരിപ്പയറ്റ്. കൽപ്പറ്റ. പതുക്കെ പറ വെണ്ണെ കൊട്ടിരിക്കും. കളരിപ്പയറ്റ്. അൽപ്പൻ. അത് എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ വീഡിയോ നോക്കൂല. ഞാൻ കളരിപ്പയറ്റ് ഏതാ ലാസ്റ്റ്? കളരിപ്പയറ്റ്. കരുമൻ. എന്താ കുക്കുമാലി? എത്ര ഉള്ളേ കുക്കുമാലി? ഒരിക്കലും അറിയാത്ത സാധനം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ചാൻസ് കേട്ടോ, ഇനി പറഞ്ഞില്ല. 5ാമത്തെ ചാൻസ്. കളരിപ്പയറ്റ്. കലിപ്പൻ. ഞാനാ? ഞാൻ പതുക്കെ പറ. തോറ്റു. ഇവര് തോക്കാണ്ട് കളരിപ്പയറ്റ്.
എന്തുറക്കെ പറഞ്ഞു? ഞാൻ ഉറക്കം പറഞ്ഞില്ല, കുട്ടി എണീക്കില്ല. അപ്പുറത്ത് 3 ആൾക്കാർ എണീക്കുമ്പോ ആരെ പറഞ്ഞു? നോക്കും ലാസ്റ്റ് വീഡിയോ കാണുമ്പോ നോക്കട്ടെ. സംഭവം കോമഡി ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ആൻസർ പറഞ്ഞില്ല. ഇനി അടുത്ത എന്റെ ചാൻസ് ആണ്. ആ വെയിലടിച്ചിട്ട് മുഖമൊക്കെ എന്തോ പോലെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ലല്ലേ? ശരിയാക്കി തരാം. വെക്കട്ടെ? എന്ത് തെരഞ്ഞെടുക്കണ്? വേട് തെരഞ്ഞെടുക്കാണ്. ഓണക്കം പറയട്ടോ, പെട്ടെന്ന് പറയേ. പറയട്ടെ. അപ്പൊ ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന വേർഡ്സ് ദൃഷ്ടദ്യുമ്നൻ. പറയട്ടെ? പറഞ്ഞ ദൃഷ്ടദ്യുമ്നൻ. എന്ത്? ദൃഷ്ടദ്യുമ്നൻ. നീലത്തുമ്പികളോ? എന്ത്? അതെ, കോപ്രായൊന്നും കാണിക്കാൻ പറ്റില്ല. മര്യാദക്ക് പതുക്കെ ശരിക്കും പറയും. അല്ല, ഈ എന്താ കാണിക്കുന്നത്? ഞാൻ കറക്റ്റായിട്ടാ പറഞ്ഞു. നീലേശ്വരം. എന്ത്? എന്ത്? തുമ്പികൾ എന്നാണ് ലാസ്റ്റ്? ആ, തുമ്പികൾ. 5 എന്നുള്ളത് 6 7 3 പറഞ്ഞിട്ടുള്ളല്ലോ. എന്ത്? ശരി, 4ാമത്തെ. അതെ, കോപ്രായം കാണിക്കാതെ പതുക്കെ ശരിക്കും പറ. ശരി, 4ാമത്തെ കോപ്രായം കാണിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ. ഞാൻ ഹെഡ്സെറ്റ് ഊരിയിട്ട് എങ്ങാനും എനിക്കുണ്ടോ? തോറ്റു. ദൃഷ്ടദ്യുമ്നൻ. ഇപ്പോൾ നീച്ചുണ്ട് കേട്ടാ. കണ്ണൂർ നടക്കുന്നുണ്ട്. പൊന്നോ ഉറങ്ങാറുന്നു പാറുട്ടി. എണീറ്റാ വാ. അയ്യടാ, കാക്കയാക്കണ കാക്കയൊക്കെ പഠിത്തരാൻ നോക്കി. ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ അടുത്തല്ലേ ഇന്റർനെറ്റ് ഇറങ്ങി. ഞാൻ 5 വീഡിയോ 10 വീഡിയോ. എന്ത്? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ബുദ്ധിയില്ലായ്മൊക്കെ മനസ്സിലാവട്ടെ ആൾക്കാർക്ക്. ഇപ്പോൾ നെക്സ്റ്റ് അവളുടെ അവിടെ ഫോൺ എടുക്കുന്ന തന്നെ ശരിയാക്കി തരടി. എൻ്റെ ദൃഷ്ടിദ്യുമ്നനെ എന്താ ഉള്ളത്? എന്നത് ഉറങ്ങി നീച്ചല്ലേ, കുഴപ്പമില്ല. റബ്ബെ എനിക്കൊന്നൊരു 30 വർഷം ഇടാന്നില്ല. 5 മിനിറ്റ് കഴിയും. ഫുഡ് കഴിച്ചിട്ടല്ല കിടന്നത്. കുഴപ്പമില്ല, ഇപ്പോൾ കൊടുക്കാം കേട്ടോ. ആയോ? ഓക്കെ, അപ്പം ഞാനിപ്പോൾ അടുത്ത് പറയാൻ പോകുന്നൊരു വേർഡ് അതിലാക്കരുത്. അതിലാക്കിയത് മറ്റേ കണക്ഷൻ വിടുമോ? എനിക്ക് എന്താ പറയാ, എന്താ പറയുന്നത്? ചിന്താവിഷ്ടയായ ശ്യാമള. ഓക്കെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പക്ഷേ പറയട്ടെ. ഹലോ, ടെസ്റ്റിംഗ്. ചിന്താവിഷ്ടയായ ശ്യാമള. സീതാ കല്യാണ. പതുക്കെ പറ, കുട്ടി കരഞ്ഞു. ഇല്ലല്ലേ, പടൂട്ടിനല്ല പതുക്കെ പറ. ഇല്ല പടൂട്ടിനല്ലടാ. ഉണ്ടാക്കി ഒച്ച വെച്ച കുട്ടിനെ പേടിപ്പിച്ച്.
അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും തിരിച്ചെടുത്തെന്ന് പറയാൻ നമ്മൾ ഒറ്റ വീഡിയോ ഇടുള്ളൂ. നമ്മൾ നല്ലൊരു പണി തന്നു. നമ്മൾ മറ്റേ ഹെഡ്സെറ്റ് വെച്ചിട്ട് സോങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉറക്കെ സംസാരിച്ചിട്ട് കുട്ടീനെ പീഡിപ്പിച്ച് കുട്ടി കരഞ്ഞ് ഒരു ഏകദേശം ഒരു 1 hour കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. മോളിപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുള്ളൂ. മോളുടെ വീഡിയോ കണ്ടിരിക്കുകയാണ്. കാർട്ടൂൺസിൻ്റെ കണ്ടിട്ട് നീ എന്നെ കളിച്ചോണ്ടിരുന്നു പുള്ളി ഉണ്ടാവില്ലോ. ആ ശരി ഫോണോടല്ലേ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചോണ്ടിരിക്കില്ല എന്നോട്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ് അല്ല എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിന്താവിഷ്ടയായ ശ്യാമള തരണുണ്ടോ. ഓക്കെ, അതുപോലെ പറയാം. എന്തോ ഇന്നെ നോക്കി പാട്ടേക്കല്ലേ. ഫുൾ സോങ് ഫുൾ ഒളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിന്താവിഷ്ടയായ ശ്യാമള ഒന്ന് നേരത്തെ പറഞ്ഞ ചിന്താവിഷ്ടയായ ശ്യാമള നക്ഷത്ര 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 നക്ഷത്ര. നീ സ്ലോലി പറഞ്ഞിട്ട് ഉറക്കണം എന്താ വെച്ചിട്ട് കാര്യമില്ല. പതുക്കെ സൗണ്ട് പതുക്കെ പറഞ്ഞാൽ മതി. നക്ഷത്ര ചിന്താവിഷ്ടയായ ശ്യാമള 2 പറയണില്ല. ഞാൻ അത്യാവശ്യം നല്ല ഉറക്കെ പറഞ്ഞു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ചിന്താവിഷ്ടയായ ശ്യാമള ചിരിയങ്കണ്ടത്തെ ജ്വല്ലറി. ചിരിയങ്കണ്ട ചിന്താവിഷ്ടയായ ശ്യാമള ചിത്ര സിനിമ പേരാണോ അന്ന് പറഞ്ഞാൻ പറ്റില്ല. അയ്യടാ എന്താ വളരെ ചിന്താവിഷ്ടയായ ശ്യാമള പറയ്. ഒന്നുകൂടി പറയോ. ഇതിപ്പോ ലാസ്റ്റ് ചാൻസ്. ഓക്കെ, ചിന്താവിഷ്ടയായ ശ്യാമള. കളി എനിക്ക് അറിയില്ല ചേർത്ത് ഞാൻ വേണ്ട വെച്ചിട്ടാണ്. തോറ്റു. ചിന്താവിഷ്ടയായ ശ്യാമള. അയ്യോ അതേ പതുക്കെ പറയാൻ പറയുമ്പോ പതുക്കെ പറയാൻ പറഞ്ഞാൽ സ്ലോ ആയി പറയാനല്ല, സൗണ്ട് കുറയ്ക്കാനാ പറഞ്ഞു. പതുക്കെ സൗണ്ട് കുറയ്ക്കില്ല. ലാസ്റ്റ് കാണിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇതിൽ താഴെ ഇത് കാണുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം. ആരാണ് മറ്റേ ഇത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഉറക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നേരത്തെ വെച്ചാൽ ഇപ്പൊ നമ്മളെ ഈക്വൽ ആയിട്ടോ 2-2. ഓക്കെ, 2 ആരും പറഞ്ഞിട്ടില്ല. ഒന്നിനും ഒറ്റ പറഞ്ഞിട്ടില്ല. എനിക്ക് ലാസ്റ്റ് നോക്കാം. എനിക്ക് തന്നെ ഓർമ്മയില്ല ഏതാ നേരത്തെ പറഞ്ഞു. ആ ശരി പറ്റും. ഇങ്ങനത്തെ വെച്ചോ. പെട്ടെന്ന് മൂന്നാമത്തെ വേടല്ലേ പറയണേ അല്ലേ? പറയും സൗണ്ട് കേട്ടോ. ഒന്നും കേൾക്കാതെ പറയാം. ഇങ്ങനെ പറഞ്ഞു ആദ്യം പറഞ്ഞത് സമയങ്ങളല്ലേ. അതല്ല അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല രസം തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ ഇരിക്കുള്ളൂ. ആ ഫസ്റ്റ് ടൈം പറയാം. സുശീലൻ സൂത്രധാരൻ സുന്ദര കില്ലാടിയോ. നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറയാ, നിന്നെ നാക്കിയിട്ട് നന്നായി കളിക്കുന്നുണ്ട്. ഇതെന്തായാലും ഇത് കളിക്കാൻ കമന്റ് ചെയ്യും. എന്റെ കളത്തിനെ മൊത്തം പൊളിച്ചടക്കും. ശരിക്കും പറയാ. ഞാൻ കേട്ടില്ല. നോക്കി സുചിത്രയുടെ സ്വിറ്റ്സർലാൻഡ്. എത്ര ഭാഷ പറയുന്നുണ്ടോ? സ്വിറ്റ്സർലാൻഡ്. 10ാമത്തെ ഭാഷ. ഓക്കെ ശരി, ലാസ്റ്റ് ചാൻസ് പറയാം. ഒന്നുകൂടി ലാസ്റ്റ് പറയാം. സ്വിറ്റ്സർലാൻഡ്.
സുഹറ എന്റെ മണ വരോ കഴിഞ്ഞോ? കഴിഞ്ഞോ? ശരി ഓഫർ. സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ്. ആ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് എന്നാണ് പറയുന്നത്. സ്വിറ്റ്സർലാൻഡ്. കുഞ്ഞു എന്റെ കള്ളക്കളി കളിക്കാം. എന്താ പിന്നെ കൊണ്ടോട്ടോ. ഓക്കെ നിന്റെ എൻ്റെ ചോദിച്ചേക്കുന്നത് അവിടെ വെക്കി. സ്വിറ്റ്സർലാൻഡില്ലേ വെക്കി വെക്കി ആർക്കും പോയില്ലേ? ആർക്കും വേണ്ടി ഇത് മൊത്തം അവർക്ക് ഡൗട്ട്. ആ അത് തരാം, ഞാൻ ഗ്ലാസ് തരാം. ചോദിക്കട്ടെ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കുന്നത് ബറാക്ക് ഒബാമ. ബറാക്ക് ഒബാമ അല്ലേ? അയ്യോ ആട്ടോണക്കിടേ പാട്ട് വെക്കിയത് ഞാൻ പറയാം. സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാട്ട് വെക്കി പറഞ്ഞു. ഇപ്പൊ ഒരു മിനിറ്റ് പറഞ്ഞു അപ്പൊ അവിടെ ഫോണാണ് തട്ടിട്ടേക്കണ്. ശരി കാൽക്കുലേറ്റർ ഒക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ, അവളെ കണക്കൂട്ടലൊന്നും ശരിയായില്ലാതെ. പക്ഷേ ഇപ്പൊ കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് എന്താ കൂട്ടി വെച്ചിട്ടുണ്ട്, മില്യൺസ് ആണ് കൂട്ടിയേക്കണത്. പാട്ട് കേൾക്കണ്ട? ഓക്കെ ഞാൻ ഇപ്പൊ ഏത് പേടാ പറയപ്പോ കായംകുളം കൊച്ചുണ്ണി. സിമ്പിൾ ആയിട്ടുള്ള പേടാണല്ലോ. കായംകുളം കൊച്ചുണ്ണി. ശരിക്കും പറ. കായംകുളം കൊച്ചുണ്ണി. ചോദിക്കടി. കായംകുളം കൊച്ചുണ്ണി. അത് നോക്കണ്ട, ഞാൻ വെറുതെ ആക്കിയതാ. കായംകുളം കൊച്ചുണ്ണി. അയലത്തെ വീട്ടില്. അയലത്തെ വീട്ടില് പറയേ. കായംകുളം കൊച്ചുണ്ണി. ആരോട് ചോദിക്കരുത്. എന്ത്? കായംകുളം കൊച്ചുണ്ണി. ലാസ്റ്റ് എന്തോ മെല്ലാണ് പറയണത്. കായംകുളം കൊച്ചുണ്ണി. ആരോട് ചോദിക്കരുത്. ആരോട് ചോദിക്കാൻ അല്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പറയും കായംകുളം കൊച്ചുണ്ണി. ഒന്നുകൂടി പറ. അല്ലാ ഇതിന് ബുദ്ധിയില്ലാതെ എല്ലാരും മനസ്സിലാക്കില്ല റബ്ബേ. കായംകുളം കൊച്ചുണ്ണി. ഇങ്ങനല്ല ശരിക്കും പറയാ. ഞാൻ സോഫ്റ്റ്വെയർ ലാസ്റ്റ് കേട്ടോ. കായംകുളം കൊച്ചുണ്ണി. അല്ലല്ല അവളിന്റെ പേര് വിളിച്ചടി. കായംകുളം കൊച്ചുണ്ണി. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാ മതി. ശരിക്കും പറ. കായംകുളം കൊച്ചുണ്ണി. ഇതിനൊക്കെ നന്നായിട്ട് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? കായംകുളം കൊച്ചുണ്ണി. ആരോടും ചോദിക്കില്ല. അതാ പിന്നെ എങ്ങനെ ആരോട് ചോദിക്കാതിരുന്നു കഴിഞ്ഞാ തോറ്റു. എന്റെ മൊത്തോട്ട് കായംകുളം കൊച്ചുണ്ണി. ഇങ്ങനെ പറയാ. കായം കൊച്ചുണ്ണി ഇങ്ങനല്ല പറയാ. കായംകുളം കൊച്ചുണ്ണി. എന്തത്? അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. നന്നായി മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായിട്ടോ. അത് നീ ചെവിയിൽ പഠിച്ചോണ്ട് തോന്നാതാ. ആ അത് ക്ലാസ് നോക്കാം കേട്ടോ. ഇത് നല്ല രസമുള്ള കളിയാണല്ലോ. നമുക്ക് ഒരു 5 വ്ലോഗ് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞോട് നല്ല രസമാവില്ല. അപ്പോ ഓണാക്കുന്ന ആലോചിച്ചിട്ട് ഓണാക്കി മതി കേട്ടോ. ഞാൻ മനസ്സിലാക്കാം. ചെക്കോസ്ലോവാക്യ. റബ്ബാണ് സത്യം. ഞാൻ പാട്ട് കേൾക്കുന്നുണ്ട്. അത് സത്യം ആണോ? ചെക്കോസ്ലോവാക്യ ആണോ? ചെക്കോ അത് ശരിയല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ തന്നെ കറക്റ്റ് അല്ലേ? എന്തായാലും കഴിക്കും. ഈ കറക്റ്റ് എന്റെ ലിപ്സിങ് ഞാൻ നോക്കിയത്. ലിപ്പും കറക്റ്റ് നോക്കിയപ്പോ മനസ്സിലായി. ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞ വേർഡ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വേർഡ് കട്ടിയുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ എനിക്ക് ഇത് ഞാൻ ജയിക്കും. അവർക്ക് പറഞ്ഞു നീ
പിന്നെ അവരല്ലേ പറഞ്ഞു വേറെ എടുത്തോ ഇഫോ ഒന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇഫോളെ വേല പ്ലീസ് 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 ഇപ്പൊ കഴിട്ടോ പറഞ്ഞു ഇപ്പൊ കഴി കേട്ടോ. പട്ടി ഇത് കണ്ടോ കട്ടാക്കിയാലും കുഴപ്പമില്ല. പിടി ഇപ്പൊ കൊണ്ട് വാപ്പഞ്ഞോ ഇപ്പൊന്ന് കാട്ടിയെടുക്കട്ടെ എല്ലാവർക്കും. ഇപ്പം സീ അങ്ങനെ ഞങ്ങളുടെ മുത്ത് ഉറങ്ങി എണീച്ച് ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ബൈ പറയൂ കുഞ്ഞോ. ഉറങ്ങിയിരിക്കോ? ഒരു ടാറ്റ കൊടുക്കും കുഞ്ഞോ. ആള് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആരോടെ നിന്നോട് ലോക്കുണ്ട് രണ്ടിടത്ത് വെച്ച് 2 ജയിൽ വെച്ചിട്ടുണ്ടോ? ഓക്കെ കയ്പയ്ക്ക കൊണ്ടാട്ടം. ഓക്കെ ശരി ആദ്യം കയ്പയ്ക്ക കൊണ്ടാട്ടം. കയ്പയ്ക്ക കൊണ്ടാട്ടം. കൈപ്പയ്ക്ക 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 ബാക്കി പറ. കയ്പയ്ക്ക കൊണ്ടാട്ടം. കൈപ്പയ്ക്ക കൊട്ടാരം. ആ ഫോൾസ്. തെറ്റി തെറ്റി അവരല്ല. എന്ത് പറ. കയ്പയ്ക്ക കൊണ്ടാട്ടം. കയ്പയ്ക്ക കൊണ്ടാട്ടം. കയ്പയ്ക്ക കൊണ്ടാട്ടം. കൽപ്പന കൊട്ടാരം. ആ കൽപ്പന കൊട്ടാരം. അയ്യോ കയ്പയ്ക്ക കൊണ്ടാട്ടം. കൊട്ടാരം ശരിയാണോ? കൊട്ടാരല്ലോ. ഒന്നുകൂടി പറയോ? കയ്പയ്ക്ക കൊണ്ടാട്ടം. അൽപ്പന് ഈ 2-3 വട്ടം അൽപ്പന 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 വരണു. ഒന്നുകൂടി പറ. കയ്പയ്ക്ക പാട്ട് കേൾക്കില്ലേ? കയ്പയ്ക്ക കൊണ്ടാട്ടം. ശരിക്കും മറക്കോ? കരയല്ലേ കാര്യം പറ. കയ്പയ്ക്ക കൊണ്ടാട്ടം. കൈപ്പക്ക. ഓക്കെ പാവല്ലേ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഹെൽപ്പ്. കൈപ്പക്ക കൊട്ടാരം. കൽപ്പന കൊട്ടാരം. ചെവി കേൾക്കാത്തോണ്ട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നുകൂടി പറയോ? കയ്പയ്ക്ക കൊണ്ടാട്ടം. ഇത് അടുത്തുള്ള ഫ്ലാറ്റിലുള്ള ആൾക്കാരൊക്കെ വാ തുറന്നിട്ടല്ലോ. പിന്നെ ഞാൻ അടുത്ത വീട്ടിലെ ഫ്ലാറ്റിലെ ആൾക്കാർ വന്നിട്ട് ഉത്തരം കണ്ടു. കയ്പയ്ക്ക കൊണ്ടാട്ടം. ഇനി 1 പ്രാവശ്യം കൂടി പറഞ്ഞാ മതി. പക്ഷെ 2 പ്രാവശ്യം പറയോ? ഉറക്കെ പറ. കയ്പയ്ക്ക കൊണ്ടാട്ടം. ഇക്കു ശരിക്കല്ല പറയുന്നത്. ആൾക്കാരുണ്ടെന്ന് കയ്പയ്ക്ക കൊണ്ടാട്ടം. കയ്പയ്ക്ക കൊട്ടാരം തന്നെ. ഫസ്റ്റ് കേടോ. ഓക്കെ എന്ത് തലാട്ടുന്നത്? എന്ത് കയ്പയ്ക്ക കൊണ്ടാട്ടം? എന്തൊരു കൊട്ടാരാണ്. പക്ഷെ കയ്പയ്ക്ക കയ്പയ്ക്ക കൊണ്ടാട്ടം. അയ്യോ തെറ്റി പറഞ്ഞപ്പോ ഉത്തരം പറഞ്ഞു. കയ്പയ്ക്ക കൊണ്ടാട്ടം. കയ്പയ്ക്ക കൊണ്ടാട്ടം ആണോ? ഓല്ലേ കയ്പയ്ക്ക. ഞാൻ ലാസ്റ്റ് തെറ്റിയുടെ പറഞ്ഞു. എന്നിട്ട് ഈ ഉത്തരം പറഞ്ഞു. ശരിക്കും 10 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഉത്തരം ശരിക്കും സംഭവിക്കാൻ. എന്താണ് കയ്പയ്ക്ക കൊണ്ടാട്ടം? എന്ത് ഞാൻ ലാസ്റ്റ് കയ്പയ്ക്ക കൊട്ടാരെന്ന് പറഞ്ഞപ്പോൾ ഈ കയ്പയ്ക്ക കൊണ്ടാട്ടം പറഞ്ഞു. ഇത്ര നേരം കയ്പയ്ക്ക കൊണ്ടാട്ടം പറഞ്ഞു ഈ കൊട്ടാരെന്ന് പറഞ്ഞു. കയ്പയ്ക്ക എന്ന് പറഞ്ഞപ്പോ ഇക്കൂടെ മുഖത്തുണ്ട് നല്ല ഭയങ്കര സന്തോഷം. കൊണ്ടാട്ടം നല്ല ഇഷ്ടമാണ്. അപ്പൊ മനസ്സിലായി കയ്പയ്ക്ക കൊണ്ടാട്ടം. കൊട്ടാരം ആണോ കയ്പയ്ക്ക? ജയിക്കുന്നുണ്ട്. അതിന്റെ അഹങ്കാരം ലാസ്റ്റ് പ്രാവശ്യം 5 ആണ് കേട്ടോ. അപ്പൊ നമ്മള് എന്ത് എവിടെ ഓക്കെ പാട്ട് കേൾക്കുന്നില്ല. കിട്ട ലേറ്റ് പോട്ടോ. എന്തോ പിച്ചിട്ടാണ്. എന്ത് പറയും? ഞാൻ കേട്ടില്ല. ഇങ്ങനെ ആപത്ത് പറഞ്ഞാൽ കേൾക്കൂ.
ശ്രീലങ്ക. ഈ ശരിക്കും നല്ല കളകളുണ്ട്. എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ശരിക്കും പറ. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ പറ. ചേലക്കര ആണോ? ചേലക്കര എന്നല്ലേ പറഞ്ഞു? കുഞ്ഞോ ചേലക്കര ആണോ? പൊടച്ചോര് പൊളിച്ചു. കാക്കി കാക്കി ഉറക്കെ പറയാ. അയ്യോ കാക്കേ പറ്റിച്ചേ. കുട്ടി കിടക്കണം നോക്കി. പക്ഷേ നീ വെച്ചോ. ഇനി ലാസ്റ്റത്തെ ലാസ്റ്റ് ഈശോ എടുക്കും. അപ്പൊ ഗൈസ് ലാസ്റ്റ് വേർഡാണ് ഫിഫ്ത്ത് വേർഡ്. കാക്കി കാക്കി കൂടെ വിടേ കൂട്ടിനകത്തിന്റെ സുന്ദരി കുട്ടി. മോള് വൺ പറഞ്ഞേ. മോള് ഇത് എത്ര? താരം വിളിക്കണം. അരുണാവുന്നുണ്ട്. 552. മോള് ഇത് എത്ര? ഇപ്പൊ മുട്ടാക്കിയേ. ഇത് എത്ര? ദോ ദോ 3. ചെവില് വെച്ച് പാട്ട് വെക്കി. എന്താ വേണ്ടി പോണോ? താഴെ പോണോ? ആ പാട്ട് പോയി കളിച്ചു. വെച്ചിട്ടില്ല കേട്ടോ. കണ്ടുപിടിച്ചാ? ലാസ്റ്റ് വേർഡാണ്. അപ്പം ഞാൻ 2 ആൻസർ പറഞ്ഞു. അവൾ ഒരു ആൻസറേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വേർഡ് പറഞ്ഞില്ല. പറയട്ടെ. അൽമണ്ടാക്കില്ല. മീശ മാധവൻ അല്ലേ? വേണ്ട. അതിപ്പോൾ ഞാൻ മീശ പിടിച്ചോണ്ട് ചിലപ്പോൾ കണ്ടുപിടിക്കും. വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. ഉണക്കമീൻ. ഒന്ന് ഇത് കറക്റ്റാണ്. പ്രൊഫഷണൽ ആയിട്ട് പറയട്ടെ. വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. രണ്ടാമത്തോട്ടം പറഞ്ഞ അതിന്റെ ഒപ്പൊന്നും പറയില്ല. അത് മാത്രം പറ. വാഷിംഗ് മെഷീൻ. ഉണക്ക ചെമ്മീൻ. വാഷിംഗ് മെഷീൻ. ഈ എന്താ ഫുഡിന്റെ ഫുള്ള് പറയുന്നത്? പേരൊക്കെ പറയണ്ടല്ലോ ഇവിടെ. വാഷിംഗ് മെഷീൻ. വാക്യൂം ക്ലീനർ. അല്ല. വാഷിംഗ് മെഷീൻ. വാക്യൂം മെഷീൻ. വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. ശരിക്കും പറക്കുന്ന. ശരിക്കും പറ. എന്ത് ശരിക്കും പറ. വാക്യൂം ക്ലീനർ. അതാ കഴിഞ്ഞു. വാഷിംഗ് മെഷീൻ. വാക്യൂം ക്ലീനർ. വാക്യൂം ക്ലീനർ. വാഷിംഗ് മെഷീൻ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ല പറഞ്ഞു. ശരിയാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണ്ട. ഈ പറഞ്ഞോണ്ടിരിക്കല്ലേ. അപ്പൊ 2-2 അല്ലേ? അപ്പൊ ഞങ്ങളുടെ ഒരു ഐക്യം നിങ്ങൾ രണ്ടുപേരും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഈക്വലായി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ വേർഡ്സ് ഞങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനിയും വേർഡുകൾ ഞങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ മോള് എണീറ്റിട്ട് ഇവിടെ അങ്ങനെ കുറേ കുറുമ്പൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇന്നത്തെ ഒരു അത്യാവശ്യം വ്ലോഗ് ആയി തോന്നുന്നില്ല. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ. ബെൽ ബട്ടൺ അമർത്തണം. അതെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ എന്താ പറയുക അഭിപ്രായങ്ങളും മറ്റുള്ള എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസിലൂടെ ഞങ്ങൾക്ക് അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും വ്ലോഗിൽ. പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തുടക്കത്തിൽ ചോദിക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്താണ് നാട്ടിലെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം കൊറോണ സിറ്റുവേഷൻസൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഒരു ഐഡിയ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാ നമ്മൾ പഴയ പോലെ തന്നെ എല്ലാം ബാക്ക് ടു ലൈഫ് ആവട്ടെ. എല്ലാവരുടെയും ഇഷ്യൂസൊക്കെ സോൾവ് ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം സഹകരണങ്ങളും നിങ്ങളുടെ ഭാഷയെ ഫോണിൽ നിന്ന് കളിക്കില്ലേ. അപ്പോൾ ഞാൻ അടുത്തൊരു വ്ളോഗിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇപ്പം അറിയാം ലാസ്റ്റ് ഞങ്ങൾ ഇഫിനെ കൊണ്ട് ബായ് പറപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഇഫ് മോളൊന്ന് വന്നേ ബായ് പറഞ്ഞ പറൂട്ടി. ബായ് പറ. അങ്ങോട്ട് അങ്ങോട്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.